രാജ്യം ഒരു നിർണായകമായ തീരുമാനത്തിലേക്ക്. മറ്റൊരു മിന്നൽ നീക്കവുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ദേശീയ ഗാനത്തിൽ നിന്ന് ജനഗണമന ഒഴിവാകുന്നു. വന്ദേ മാതരത്തെ ഇന്ത്യയുടെ ദേശീയ ഗാനമാക്കാനുള്ള നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരികയാണ്. ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയതുപോലെയുള്ള ഒരു മിന്നൽ നീക്കം, മോദിയുടെ മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക്. പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പാക്കിയതിന് സമാനമായിട്ടുള്ള മറ്റൊരു സുപ്രധാനമായ നീക്കം. അതിനാണ് പാർലമെന്റ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വരുന്ന 8, 9 തീയതികളിൽ പാർലമെന്റിൽ ഈ ബില്ലിന്മേലുള്ള ചർച്ചകൾ നടക്കുമെന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇന്ത്യയുടെ ദേശീയത, ഇന്ത്യയുടെ അഖണ്ഡത, ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾ, അത് മാത്രമാണ് തന്റെ ലക്ഷ്യമെന്ന് ഏറ്റവും വലിയ ദേശീയവാദിയായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി നമുക്ക് കാണിച്ചു തരികയാണ്. 1947 അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ദേശീയ ഗാനമായി തിരഞ്ഞെടുത്തതാണ് ജനഗണമന. ജനഗണമന ദേശീയ ഗാനമാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ എഴുതി തയ്യാറാക്കിയതല്ല. ഒരു ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ ചില താല്പര്യങ്ങൾ, അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ, ഇന്ത്യയിൽ നിന്ന് അധികാരം ഒഴിഞ്ഞു പോകുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ കൂടി താല്പര്യങ്ങൾ ജനഗണമന എന്ന ഗാനത്തിൽ ഉണ്ടായിരുന്നു. ആ ഗാനത്തെക്കാൾ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന, ദേശസ്നേഹത്തെ ഉയർത്തിപ്പിടിക്കുന്ന, ഇന്ത്യയുടെ ഐക്യത്തെയും അഖണ്ഡതയെയും ഊട്ടിയുറപ്പിക്കുന്ന ഒരു ഗാനമാണ് വന്ദേ മാതരം എന്ന് അന്നു മുതൽ തന്നെ പ്രചരണമുണ്ടായിരുന്നു, അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഹൈന്ദവ സംഘടനകൾ, പ്രത്യേകിച്ച് സംഘപരിവാർ സംഘടനകൾ വന്ദേ മാതരത്തെ ദേശീയ ഗാനമാക്കണമെന്ന ആവശ്യം പല ഘട്ടങ്ങളിൽ പലയിടങ്ങളിലായി ഉയർത്തിയിരുന്നു. ഇപ്പോൾ അതിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സമ്മതം മൂളിയിരിക്കുന്നു. ഈ പാർലമെന്റ് സമ്മേളനത്തിൽ 8, 9 തീയതികളിൽ വന്ദേ മാതരത്തെ ദേശീയ ഗാനമാക്കണമെന്ന ബിൽ അവതരിപ്പിക്കും. നമുക്കറിയാം, പ്രതിപക്ഷം അതിനെ പൂർണ്ണമായും എതിർക്കുമെന്ന്. ഇതിനു മുൻപ് എത്രയോ എതിർപ്പുകൾ പ്രതിപക്ഷത്തിൻ്റെതായി കണ്ടിട്ടുണ്ട്. ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയപ്പോൾ പ്രതിപക്ഷം വലിയ വായിൽ ബഹളം വച്ചില്ലേ? ഇന്ത്യയിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയപ്പോൾ വലിയ വായിൽ നിലവിളിച്ചില്ലേ? എന്നിട്ട് എന്തെങ്കിലും ഒരു ചുക്ക് നടന്നോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തീരുമാനിക്കുന്നത്. നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന NDA ഭരിക്കുന്ന ഇന്ത്യയിൽ എന്തൊക്കെ നടപ്പാക്കണമെന്ന് തീരുമാനിക്കുന്നത് NDA ആണ്. എന്തുകൊണ്ടാണ് ഈ വന്ദേ മാതരത്തെ അംഗീകരിക്കില്ല എന്ന് പറയുന്നത്? ഇവിടെ കുറെ ആളുകൾ വന്ദേ മാതരത്തിന് ഭ്രഷ്ട് കൽപ്പിച്ചു. വന്ദേ മാതരം പാടാൻ കഴിയില്ല, വന്ദേ മാതരം പാടിയാൽ ഞങ്ങൾ ഇറങ്ങിപ്പോകും. നിങ്ങൾ വന്ദേ മാതരത്തെ ദേശീയ ഗാനമാക്കി അംഗീകരിച്ചു കഴിഞ്ഞാൽ വന്ദേ മാതരം പാടുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും? വന്ദേ മാതരം പാടുമ്പോൾ പുറംതിരിഞ്ഞു നിൽക്കാൻ പറ്റുമോ? വന്ദേ മാതരം പാടുമ്പോൾ ഭ്രഷ്ട് കൽപ്പിക്കാൻ പറ്റുമോ? വന്ദേ മാതരം പാടുമ്പോൾ നിങ്ങൾക്ക് എണീറ്റ് നിൽക്കാതിരിക്കാനോ, നിങ്ങൾക്ക് ആക്ഷേപങ്ങൾ കാണിക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂവാനോ സാധിക്കുമോ? ഒരേ ഒരു കാര്യം ചെയ്യാൻ കഴിയും, വന്ദേ മാതരം ആലപിക്കുമ്പോൾ ഇന്ത്യ വിട്ടു പോണം. വന്ദേ മാതരത്തെ അംഗീകരിക്കാൻ കഴിയാത്ത ദേശദ്രോഹികൾ, ദേശവിരോധികൾ ഇന്ത്യ വിട്ടു പോകണം. വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗാനമായി മാറുക തന്നെ ചെയ്യും. ജനഗണമനയെ ഏതെങ്കിലും തരത്തിൽ ഇകഴ്ത്തുകയല്ല, പക്ഷെ അതിനേക്കാൾ ഒരു പടി കൂടി ദേശീയതയെ, ദേശഭക്തിയെ ഉയർത്തിക്കാട്ടുന്ന ഒരു ഗാനം എന്ന നിലയ്ക്ക് വന്ദേ മാതരത്തിന് അർഹിച്ച പരിഗണന നൽകണമെന്ന് മാത്രമാണ് ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടത്. ആ ഒരു ദേശീയ ബോധം, ഇന്ത്യയുടെ എല്ലാ മേഖലകളെയും, ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വത്തെ സ്ഫുരിക്കുന്ന ആ ഒരു ഗാനം, അതിനെ ദേശീയ ഗാനമാക്കി മാറ്റുക തന്നെ ചെയ്യും. ഇത് നരേന്ദ്രമോദിയാണ്. ഇത് പുതിയ ഇന്ത്യയുടെ തലതൊട്ടപ്പനാണ്. വിപ്ലവകരമായ തീരുമാനങ്ങൾ രാജ്യത്ത് നടപ്പാക്കിയ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വിപ്ലവകരമായ തീരുമാനം വന്ദേ ഭാരതത്തെ ദേശീയ ഗാനമാക്കി മാറ്റുക തന്നെ ചെയ്യും.